ഏവർക്കും നമസ്കാരം. അടുത്തിടെ നടക്കുന്ന എല്ലാ PSC പരീക്ഷയിലും കമ്പ്യൂട്ടർ മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ ഉറപ്പാണ്. അതിൽ പ്രധാനമായിട്ടും ഡേറ്റ വിനിമയ ഉപകരണങ്ങളെക്കുറിച്ചാണ് ചോദിച്ചു കാണാറുള്ളത്. അവ ഓരോന്നും പെട്ടെന്നൊന്ന് നോക്കാം. ഹബ്ബ് എന്താണ്? ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കാനുള്ള ഉപകരണമാണ് ഹബ്ബ്. എന്താണ്? ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിലുള്ള വിവര കൈമാറ്റം നിയന്ത്രിക്കാനുള്ള ഒരു ഉപകരണമാണ് ഹബ്ബ്. ഒരു നെറ്റ്വർക്കിൽ എല്ലാ കമ്പ്യൂട്ടറുകളും നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണം കൂടിയാണ് ഹബ്ബ്. ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളെയും നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് ഹബ്ബിലോട്ടാണ്. അടുത്തതായി സ്വിച്ച്. എന്താണ് സ്വിച്ച്? ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരം എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രം നിർദ്ദേശം അയക്കുന്ന ഒരു ഉപകരണമാണ് സ്വിച്ച്. ഏത് കമ്പ്യൂട്ടറിലേക്കാണോ നമുക്ക് വിവരം എത്തിക്കേണ്ടത് അതിലേക്ക് മാത്രം വിവരം അയക്കുന്നത് ഒരു ഉപകരണമാണ് സ്വിച്ച്. നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു ശൃംഖല തന്നെ രൂപീകരിക്കാൻ ശേഷിയുള്ള നിർമ്മിത ബുദ്ധിയോടുകൂടിയ ഉപകരണമാണ് സ്വിച്ച്. നിരവധി കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിച്ചിട്ട് ഒരു ശൃംഖല രൂപീകരിക്കാൻ ശേഷിയുള്ള AI ആഡഡ് ആയിട്ടുള്ള ഉപകരണമാണ് സ്വിച്ച്. നിർമ്മിത ബുദ്ധിയോട് കൂടിയിട്ടുള്ള ഒരു ഉപകരണമാണ് സ്വിച്ച്. അടുത്തത് റൂട്ടർ എന്താണ്? IP അഡ്രസ് അടിസ്ഥാനപ്പെടുത്തി ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് റൂട്ടർ. IP അഡ്രസിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിൽ കൂടുതൽ നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ റൂട്ടർ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ബ്രിഡ്ജ്? ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിൽ പല വിഭാഗങ്ങളായി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബ്രിഡ്ജ്. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലെ പല വിഭാഗങ്ങളാക്കി വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തെ നമ്മൾ ബ്രിഡ്ജ് എന്നാണ് വിളിക്കുന്നത്. ഒരു കമ്പ്യൂട്ടർ ശൃംഖലയിലെ പല വിഭാഗങ്ങളായിട്ട് വേർതിരിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ബ്രിഡ്ജ്. അടുത്തത് എന്താണ് ഗേറ്റ്വേ? ഗേറ്റ്വേ എന്നാൽ വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗേറ്റ്വേ. വ്യത്യസ്ത രീതിയിലുള്ള നെറ്റ്വർക്കുകൾ പരസ്പരം ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ഗേറ്റ്വേ എന്ന ഉപകരണമാണ്. ഒരു ശൃംഖലയിൽ നിന്നും മറ്റൊരു ശൃംഖലയിലേക്ക് പ്രവേശിക്കുന്ന കവാടമായിട്ട് ഇത് പ്രവർത്തിക്കുന്നു. ഒരു ശൃംഖലയിൽ നിന്നും മറ്റൊരു ശൃംഖലയിലേക്ക് പ്രവേശിക്കുന്ന അതിൻ്റെ ഒരു പ്രവേശന കവാടമായിട്ട് നമ്മുടെ ഗേറ്റ്വേ ആണ് പ്രവർത്തിക്കുന്നത്. വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളുകളിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നത് ഗേറ്റ്വേ ആണ്. അപ്പോൾ വിവിധ തരത്തിലുള്ള പ്രോട്ടോക്കോളുകളിൽ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകളെ തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഗേറ്റ്വേ ആണ്. എന്താണ് റിപ്പീറ്റർ? വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന ശക്തി കുറഞ്ഞ വൈദ്യുത കാന്തിക പ്രകാശ തരംഗത്തെ ശക്തിപ്പെടുത്തുന്ന ഉപകരണത്തെ റിപ്പീറ്റർ എന്ന് വിളിക്കുന്നു. വിനിമയ മാധ്യമത്തിലൂടെ വരുന്ന ശക്തി കുറഞ്ഞ വൈദ്യുത കാന്തിക പ്രകാശ തരംഗത്തെ ശക്തിപ്പെടുത്തുന്ന ഉപകരണം റിപ്പീറ്റർ എന്ന് വിളിക്കുന്നു. അടുത്തത് മോഡം എന്താണ്? നമ്മുടെ എല്ലാ വീട്ടിലുണ്ടല്ലോ മോഡം. മോഡം എന്താണ്? ഒരു ഡേറ്റ ടെർമിനൽ ഉപകരണമാണ് മോഡം. ഒരു ഡേറ്റ ടെർമിനൽ ഉപകരണമാണ് മോഡം. ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായിട്ടും തിരിച്ചും മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗായിട്ടും അനലോഗ് സിഗ്നലിനെ ഡിജിറ്റലായിട്ടും മാറ്റാൻ കഴിവുള്ള ഒരു ഉപകരണമാണ് മോഡം. ഒരു ഡേറ്റ ടെർമിനൽ ഉപകരണമാണ് മോഡം. ഇനി മോഡത്തിന്റെ പൂർണ്ണ രൂപം എന്താണ്? മോഡത്തിന്റെ പൂർണ്ണ രൂപം മോഡുലേറ്റർ ഡിമോഡുലേറ്റർ എന്നാണ്. മോഡുലേറ്റർ ഡിമോഡുലേറ്റർ എന്നാണ് മോഡം അതിൻ്റെ പൂർണ്ണ രൂപം വരുന്നത്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ഈ ഒരു ചെറിയ ടോപ്പിക് വൈസ് വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനി നിങ്ങൾക്ക് വേണ്ടുന്ന ടോപ്പിക്സും ഒക്കെ എന്നെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി അറിയിക്കാനും മറക്കരുതേ. ഇതുപോലുള്ള കൂടുതൽ PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസിനും മറ്റ് റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ ആയിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസ് ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.